നമ്മൾ അവസാനത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് അത് കുറച്ച് ദീർഘമായിട്ട് പറയണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതിൽ പറയണമെന്ന് പലതവണ വിചാരിച്ച സംഗതികൾ പറയാനുള്ളൊരു അവസരമായിട്ട് ഞാനിതിനെ കണ്ടു. കാരണം ഇത് ഒന്ന് വരാൻ വേണ്ടിയാണ് കുറേ നാളായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുന്നേ 6 മാസത്തോളം മുന്നേ ആയിട്ട് നെതർലാൻഡ്സിൽ അവിടെ പുതിയ ഇലക്ഷൻ നടക്കുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവിടുത്തെ ഫാർ റൈറ്റ് എന്ന് പറയുന്ന അവിടുത്തെ തീവ്ര വലതുപക്ഷം എന്നൊക്കെ പറയുന്ന ആ പാർട്ടിയുടെ അംഗമായിട്ടുള്ള ഈ ഗീറ്റ് വൈൽഡേഴ്സ് എന്ന് പറയുന്ന ചങ്ങാതി അദ്ദേഹം ജയിച്ചു കയറുന്നതും അതിൻ്റെ ഭാഗമായിട്ട് അവരൊരു മന്ത്രിസഭ ഫോം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നീക്കുന്നതൊക്കെ നമ്മളിവിടെ പറഞ്ഞു. പക്ഷേ ഇതുവരെ പുള്ളി പ്രൈം മിനിസ്റ്റർ ആയിട്ടില്ല ഇപ്പോഴും. പക്ഷേ അതിൻ്റെ ചർച്ചകൾ നീണ്ടു പോകുമായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ വിചാരിച്ചത് ഇപ്പോൾ തന്നെ പുള്ളി ഉടനെ പ്രൈം മിനിസ്റ്റർ ആകുമെന്നൊരു സൂചനയാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്ക് മുന്നെയാണ് നമുക്ക് വാർത്തകളൊക്കെ കാണാനിടയായത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു ഇവരുടെ പാർട്ടി എന്താണോ അവരുടെ ഇലക്ഷൻ ക്യാമ്പയിനിൽ അവർ ഉയർത്തിക്കൊണ്ട് നടന്നിരുന്നത്, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഇമിഗ്രേഷനാണ്. ഈ നുഴഞ്ഞുകയറ്റം എന്ന് നമ്മൾ വിളിക്കാൻ പാകത്തിനുള്ള അവിടുത്തെ അഭയാർത്ഥി പ്രശ്നം, അതുതന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അവർ ഉയർത്തി കാണിച്ചിരുന്നത്. അതിൽ തന്നെ ആ ഒരു ഗ്രേറ്റ് റിപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നൊരു വിഷയം, അതായത് വൈറ്റ് സുപ്രീമസിസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയുന്ന ഒരു സംഗതി നിങ്ങൾ കേട്ടുകയാണ്. അതായത് വെള്ളക്കാരായിട്ടുള്ള ആളുകൾ അവരെ ഓവർകം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ നമ്പർ വളരെയധികം കുറഞ്ഞു പോകുന്നു. അതിനപ്പുറത്തേക്ക് മറ്റുള്ള ആളുകൾ, നോൺ നാഷണലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ നോൺ വൈറ്റ്സ് ആയിട്ടുള്ള ആളുകൾ ഇവരെക്കാൾ കൂടുതൽ വരുന്നൊരു ഒരു സംഗതിയും അതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല കാര്യങ്ങൾ പറഞ്ഞു. വളരെ തീവ്രമായ വലതുപക്ഷ നിലപാടുകളാണ്. അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ പോയിൻ്റ്, അത്തരം ആളുകൾ അവിടെ വരുന്നതിന് കാരണമായത്, തുടക്കമിട്ടത് ഈ അഭയാർത്ഥി പ്രശ്നം. കുറച്ച് അഭയാർത്ഥികൾ ഒരു നാട്ടിലേക്ക് വന്നു എന്നതുകൊണ്ട് പ്രശ്നമാവുന്നുണ്ടോ? ഇല്ല. ആ വന്നു കയറിയ അഭയാർത്ഥികൾ എന്നാൽ മാന്യവും മര്യാദയ്ക്ക് അത് അവിടെ ജീവിച്ച് മുന്നോട്ട് പോയിരുന്നു എന്നുണ്ടെങ്കിൽ, ആ നാട്ടിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതെ നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ, വായിൽ വേറെ വാക്കാ വരുന്നത്, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതെ ഇരുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വലതുപക്ഷത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ അവിടെ സംഭവിച്ചത്, അവർക്ക് പ്രശ്നം എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടുള്ള കുഴപ്പമായിരുന്നു. ഭക്ഷണം കഴിച്ച് വിശപ്പൊക്കെ മാറിയപ്പോൾ, പള്ള ഒന്ന് നിറഞ്ഞപ്പോൾ അവർ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അതിൻ്റെ പേരിൽ അവിടുത്തെ ക്രൈം റേറ്റ് കൂടുന്നതായിട്ട് അവർ കണ്ടെത്തുന്നു. അവിടെ റേപ്പ് കേസസ് കൂടുന്നതായിട്ട് അവർ കണ്ടെത്തുന്നു. അവിടെ നോ ഗോ സോൺസ് ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ കണ്ടെത്തുന്നു. അവിടുത്തെ ആ ഒരു പോലീസ് സംവിധാനത്തിന് പോലും കയറി ചെല്ലാൻ പറ്റാത്ത തരത്തിലുള്ള ലോലെസ്നെസ് അവിടെ വ്യാപകമാകുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങൾ അവിടെ വ്യാപകമാകുന്നു. ഇതിനെല്ലാം ഉപരി അവിടെ വന്നു കയറിയ ആളുകൾ ലോകത്ത് നാനാഭാഗങ്ങളിൽ നടക്കുന്ന വിവിധ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ അംഗങ്ങളാകുന്നതുകൂടി കണ്ടെത്തുന്നു. മാത്രമല്ല, അവർ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന അവരുടെ മൂല്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, അതിലേറ്റവും പ്രധാനമാണ് ഈ ഒരു ജനാധിപത്യ ബോധവും അതോടൊപ്പം തന്നെ ഒരു ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്നൊരു വിഷയം, ഒരു ഇൻക്ലൂസീവ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നൊരു സംഗതി. അതിനെല്ലാം പാടെ തകർത്തുകൊണ്ട്, അതിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട്, അവരുടേതായിട്ടുള്ള നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയാസ്, അതിൻ്റെ ആ ഒരു കൾച്ചറൽ എലമെൻറ്റ്സ് ഇതെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് വരുന്ന ആളുകളായിട്ട് മാറുന്നു. ഈ വന്നു കയറിയ ആളുകൾ ചെയ്തു കൂട്ടിയ പോക്കരിത്തരാണ്. സ്വാഭാവികമായിട്ടും അവിടെ അതൊരു വലിയ ചർച്ചയാകുന്നു. അങ്ങനെ ആകുന്ന സമയത്ത് ഇന്ന് അതിലെ വ്യക്തികൾ ഈ ഇലക്ഷനിലൂടെ ജയിച്ച് കയറുന്ന അവസ്ഥയും കൂടി വരുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇത് ലോകത്ത് ഒരു സ്ഥലത്ത് നടക്കുന്ന കാര്യമല്ല എന്നതാണ്. ഇത് എവിടെ വേണമെങ്കിലും ഇത് ആവർത്തിക്കാം എന്നുള്ളതും കൂടിയാണ് നമ്മൾ പറഞ്ഞു നോക്കുന്നത്. ഞാനത് എപ്പോഴും പറഞ്ഞ് മടുത്ത കാര്യമാണ്. പക്ഷേ ഇന്ന് ഇതെല്ലാം കൂടി വീണ്ടും ഒരൊറ്റ ചിത്രമായിട്ട്, ഒരൊറ്റ സിനിമ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് വരുന്നു എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതിൽ ഈ ഒരു കോalition ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ നമ്മളുടെ UPA ഗവൺമെൻറ്റൊക്കെ വന്ന സമയത്താണെങ്കിലും അല്ലാതെയൊക്കെ നമ്മൾ പറയാറുണ്ട്, ഒരു കോമൺ മിനിമം എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ മിനിമം പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അവർ മുന്നോട്ട് വരിക. ആ ഒരു കോalition അതിനകത്ത് ചില പോയിൻറ്റ്സ് വെച്ചിട്ട് ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് യോജിച്ച് മുന്നോട്ട് പോകാം എന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതുപോലെ പറഞ്ഞു വെക്കുമ്പോൾ അതിലേറ്റവും ആദ്യത്തെ ഒരു സംഗതിയായിട്ട് അവരെടുത്ത് പറയുന്നത് തന്നെ ടു ഓപ്റ്റ് ഔട്ട് ഓഫ് യൂറോപ്യൻ യൂണിയൻ അസൈലം റൂൾസ് എന്ന് പറയുന്നതാണ്. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് അവർ ഉയർത്തി വെക്കുന്നതിന്. എന്താണ് അസൈലം റൂൾ എന്ന് പറയുന്നത്? അതായത് ഈ ഇമിഗ്രൻസ് ആയിട്ട് വരുന്ന ആളുകൾക്ക് അവർക്ക് അവരോട് കാണിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അത് യൂറോപ്യൻ യൂണിയൻ എന്ന രീതിയിൽ പ്രധാനമായിട്ട് അവർ പറഞ്ഞു വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതിന് അംഗങ്ങളായിട്ടുള്ള ഓരോ രാജ്യവും പാലിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട്
ഇതുപോലെ അത് പാലിക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിൽ ഭാഗമായതുകൊണ്ടാണ്. അപ്പോൾ എന്താ ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ആ നിയമം മാറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറയുന്നു. അവിടെയാണ് എത്തി നിൽക്കുന്നത്. മാത്രമല്ല നമ്മളെപ്പോഴും വലിയ തോതിൽ ഒരു സംഭവമായിട്ട് പറയുന്ന കാര്യമാണ് ഒരു യൂറോപ്യൻ യൂണിയൻ പോലെയൊക്കെ നമ്മളുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മളുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ഒക്കെ മാറണം. ലോകം മുഴുവൻ അതുപോലെ ഒരു യൂണിയൻ ഓഫ് കൺട്രീസ് ആയിട്ട് നമുക്ക് പാസ്പോർട്ടൊന്നും ഇല്ലാതെ ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനൊക്കെ ഉള്ള ഒരു ലോകമേ തറവാട് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് വരണം. ഇനി അത് പറഞ്ഞതിൻ്റെ പേരിൽ സംഖ്യയാക്കരുത് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് ലോകം മൊത്തം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒറ്റ സ്ഥലമാക്കാം എന്ന രീതിയിൽ ഒക്കെ നമ്മൾ കാണണം എന്ന് പറയുന്ന കാഴ്ച അവിടെ ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ അതിന് തുരങ്കം വെക്കുന്നത് ആരാണ് അതിലേക്ക് അതിന് മറിച്ചൊരു ചിന്ത ഇട്ടുകൊണ്ട് അതിനെ അവസാനിപ്പിക്കാൻ അത് പറ്റൂല, അത് വലിയ ദോഷമാണ് എന്ന് പറയാൻ പാകത്തിന് ഒരു പ്രശ്നമായിട്ട് അവതരിച്ചത് ആരാണ്? ഹിന്ദു അല്ല, ക്രിസ്ത്യാനിയല്ല, ബുദ്ധനല്ല, ജൈനനല്ല, ജൂതനല്ല, അത് കാക്കാൻ തന്നെയാണ്. അവിടെ തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയവും നമ്മൾ ഈ സമാധാനമത വാർത്തകളിൽ കുത്തിത്തിരികി വീണ്ടും ഇത് പറയേണ്ടി വരുന്നത്. എന്നോട് നിങ്ങൾ പരിഭവിച്ചിട്ട് കാര്യമൊന്നുമില്ല കാക്കന്മാർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ, വാർത്തകളൊക്കെ നിങ്ങൾക്ക് വായിക്കാം. എന്തായാലും ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരുന്നത് പുതിയ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു കൂട്ട് ഇങ്ങനെയാണ്. അതിൻ്റെ ചേരുവകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മളുടെ ഗീറ്റ് വൈൽഡേഴ്സിൻ്റെ ഫാർ റൈറ്റ് പാർട്ടി ഓഫ് ഫ്രീഡം, PVV എന്നാണ് അതിൻ്റെ പേര്, അത് അവരുടെ ഭാഷയിലാണ് വരുന്നത്. പിന്നെ 2 സെൻറ്റർ റൈറ്റ് ഗ്രൂപ്പ്സ് ആൻഡ് ദ പോപ്പുലിസ്റ്റ് ഫാർമർ സിറ്റിസൺ മൂവ്മെൻറ്റ്, BBB എന്ന് പറയുന്ന ഒരു പാർട്ടി. ഇതെല്ലാം കൂടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. ഇനി ഞാൻ ഇതിൽ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. പക്ഷേ ഇനി നമ്മൾ ഒരു 2-3 ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ വലതുപക്ഷം എന്ന് പറയുന്ന പക്ഷം എങ്ങനെയാണ് ഇത് അഡ്രസ്സ് ചെയ്തിരുന്നത് എന്ന് നിങ്ങളൊന്ന് കാണാം. എന്ന് വെച്ചാൽ നമുക്ക് നെതർലാൻഡ്സിലെ ശശികല ടീച്ചറെയും നെതർലാൻഡ്സിലെ പ്രവീൺ തൊഗാഡിയെയും നെതർലാൻഡ്സിലെ വീർ സവർക്കറെയും നെതർലാൻഡ്സിലെ ഗോൾവാർക്കറെയും നെതർലാൻഡ്സിലെ മോദിയെയും ഒക്കെ നമുക്കൊന്ന് കാണാം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആദ്യം ഈ ചങ്ങാതി തന്നെ നമ്മളുടെ ഗീറ്റ് വൈൽഡേഴ്സിനെ തന്നെ എന്തൊക്കെയാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കേൾക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇത് ഇന്ത്യയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഏതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ഇടയുണ്ട്, കേട്ടാൽ എന്ത് ചെയ്യണം, കേട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അത് അഡ്രസ്സ് ചെയ്താൽ എങ്ങനെ രാജ്യം മുന്നോട്ട് പോകാം, പ്രശ്നങ്ങൾ ഒഴിവാക്കാം എന്നുള്ളതെല്ലാം പഠിക്കാൻ ഇതുപോലുള്ള സാധനങ്ങൾ നല്ലതാണ്. എന്തായാലും ഒരു കാര്യം നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇന്ത്യ പതുക്കെ ഡെവലപ്പ് ചെയ്ത് നന്നായി എന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോഴും നമ്മൾ ഡെവലപ്പിംഗ് രാജ്യം എന്നാണല്ലോ പറയുന്നത്. കുറച്ച് ഒരു 50 വർഷം കൂടി ഡെവലപ്പിംഗ് ആയിട്ട് നിൽക്കണം നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കാക്കാമാർ അവിടെ നുഴഞ്ഞു കയറുന്നതിന് മുഴുവൻ ഇവിടെ നുഴഞ്ഞു കയറും. ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ പെറ്റ് കൂട്ടുന്ന അവസ്ഥയുള്ളൂ. ഈ യൂറോപ്പിൽ അവരേറ്റവും കൂടുതൽ ഫേസ് ചെയ്ത് പെറ്റ് കൂട്ടിയിട്ടുള്ള പ്രശ്നത്തെക്കാളുപരി നുഴഞ്ഞു കയറി വന്നിട്ടുള്ള കൂടുതലാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അവർ ഫേസ് ചെയ്തത്. അതോടൊപ്പം ആ വന്നു കയറിയ ആളുകൾ കൂടുതലായിട്ട് ഫെർട്ടിലിറ്റി റേറ്റിൻ്റെ ഭാഗമായിട്ട് അവർ കൂടുതൽ പെറ്റുകൂട്ടലും കൂടി ആയപ്പോൾ പ്രശ്നം രൂക്ഷമാകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ എന്തായാലും എന്താണ് ഈ വിഷയത്തിൽ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നും ഇതെല്ലാം പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെൻറ് ഫോർമേഷനും അതിനൊക്കെ മുന്നേ നടന്നിട്ടുള്ള വിഷയങ്ങളാണ്. അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ കാണാൻ എന്നൊന്ന് പറയുകയാണ്. നമുക്കത് കേൾക്കാം. Islam, my friends, is indeed evil. Look at its so-called prophet Muhammad. He slaughtered Jewish tribes. ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ നെതർലാൻഡ്സിലെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് നിന്നിട്ട് ഈ പറയുന്നതെന്ന് ഒന്ന് ഓർക്കുക. നമ്മളുടെ മോദിയാണ് ഇതുപോലെ പറഞ്ഞത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇന്ത്യയിലെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇവിടെ ഡയറക്റ്റ്ലി പറഞ്ഞില്ല, പെറ്റുകൂട്ടുന്നവർ എന്ന് പറഞ്ഞപ്പോൾ അത് മുസ്ലിങ്ങളായിരിക്കുമെന്ന് അങ്ങ് സങ്കല്പിച്ച് നേരെ വീഡിയോ ആയിട്ട് ഇറങ്ങി, ഞാൻ വരെ ഇറങ്ങി. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പെറ്റുകൂട്ടുന്നവർ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് മാത്രമാണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് കൂട്ടുകാരെ? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്തുകൊണ്ട് അത് ഹിന്ദു ആണെന്ന് ആരും ചിന്തിച്ചില്ല? എന്തുകൊണ്ട് അത് ക്രിസ്ത്യാനി ആയിക്കൂടെ എന്ന് ചിന്തിച്ചില്ല? ഇനി വേറെ ആരെങ്കിലും ആയിക്കൂടെ? ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇത് ഇൻഡിറക്ട്ലി പറഞ്ഞപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇൻഡിറക്ട്ലി സൂചനയായി എന്ന് തോന്നിയിട്ട് ഇവിടെ ഉണ്ടായ പുകിൽ നിങ്ങൾ ആലോചിക്കുക. അപ്പോഴാണ് ഒരുത്തന്നെ ഇവിടെ നിന്നിട്ട് പച്ചയ്ക്ക് ഇതൊക്കെ ഇരുന്ന് പറയണമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് എന്താ സൂചിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിൽ ഈ വിഷയം എത്രമാത്രം രൂക്ഷമാണെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് സത്യത്തിൽ ഈ വാക്കുകൾ നമുക്കിവിടെ വെച്ച് തരുന്നത്. അപ്പോൾ ബാക്കി He raped a young girl, he gave sex slaves as a gift to his henchmen, and he is still today an example for more than 1 billion Muslims worldwide. No wonder that some of his followers take to terrorism. Islam preaches hatred, propagates violence, and is barbaric and violent by nature. It wants all Muslims to submit. It is incompatible with freedom as we know it, and nothing
nothing will ever change that. That's why we should de-Islamize our societies in order to stay free nations. No appeasement, no concessions, but vigilance, perseverance and strength against barbarism is the one thing we should do, and I hope with your support. ഓക്കെ, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് ഇതൊക്കെ പറഞ്ഞത്. ഇത് ഏതൊരു ചാനൽ ചർച്ചയിൽ ഒരു ആൾ ഇങ്ങോട്ടൊരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ പ്രവാചകനെക്കുറിച്ച് ഞാൻ പലത് പറയേണ്ടി വരും, ഇങ്ങനെ ഏഴാനാകാശത്ത് പറഞ്ഞതിനെക്കുറിച്ച്, അതുപോലെ 6 വയസ്സുകാരിയായ ആയിഷയെ കല്യാണം കഴിച്ചതിനെക്കുറിച്ചൊക്കെ ഞാനും പറയേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സർ തൻസെ ജുദ എന്ന് പറഞ്ഞ് ഇവിടെ കോലാഹലമായിരുന്നു എന്ന് മാത്രമല്ല രണ്ടുപേരെ തലവെട്ടിയെടുക്കുകയും ചെയ്തു. ഇതാണ് ഇവിടെ നടന്നത്. അപ്പോഴാണ് ഇവിടെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നിന്നിട്ട് ഇതുപോലെ പച്ചയ്ക്ക് നിന്നിട്ട് കാര്യങ്ങൾ പറയണമെന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഇത് അവിടെ ഈ വിഷയം എത്രമാത്രം രൂക്ഷമാണെന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇത് എത്താതിരിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് വഴികളാണ്. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ, പൊതുസമൂഹം മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇതൊരു പ്രോബ്ലമാണോ എന്ന്, അല്ലെങ്കിൽ പ്രോബ്ലമാണ് എന്ന് ആരെങ്കിലും പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, അത് നിങ്ങൾ മുസ്ലിം വിരുദ്ധത കൊണ്ട് പറയുകയാണ് എന്നും പറഞ്ഞ് നിന്നാൽ ശരിയാവില്ല. ഇത് മുസ്ലിം വിരുദ്ധതയല്ല, ഇത് ഇസ്ലാം വിരുദ്ധത തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ദർ മേ ബി മോഡറേറ്റ് മുസ്ലിംസ് ബട്ട് ദർ ഇസ് നോ മോഡറേറ്റ് ഇസ്ലാം എന്നാണ് പറയുന്നത്. ഇസ്ലാമിൽ മോഡറേറ്റും കൂടിയതും കുറഞ്ഞതൊന്നുമില്ല, അതൊറ്റ എണ്ണേ ഉള്ളൂ. മുസ്ലിമിന് ഈ ഇസ്ലാം അറിയാത്തത് കൊണ്ട് മോഡറേറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാം. അത് വളരെ ഒരു ട്രാൻസിയൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. എപ്പോൾ വേണമെങ്കിലും അവനൊരു ജിഹാദിയാകാം എന്നൊരു പ്രശ്നവും അവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പറയേണ്ടത് എന്താണ്, ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അത് മുസ്ലിം വിരുദ്ധതയാണെന്നോ അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയാണെന്നും പറഞ്ഞിട്ടോ അതിനെ റദ്ദാക്കുന്നതിന് പകരം അതുണ്ടോ, അതിലെന്താണ് കാര്യം, അതെങ്ങനെ മുസ്ലിങ്ങളെ അറിയിക്കും എന്നതിനെ കുറിച്ചിട്ട് പൊതുസമൂഹം ഇനിയെങ്കിലും ചിന്തിച്ച് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തെ ഇസ്ലാം വിഴുങ്ങുമെന്ന് മാത്രമല്ല അതിൻ്റെ ദുരന്ത ഫലങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അവിടെ ഇദ്ദേഹം ഉപയോഗിച്ചൊരു വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വാക്ക് തന്നെയാണ്, ഡി ഇസ്ലാമൈസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് നമ്മൾ നാട്ടിൽ ചെയ്യേണ്ട ഒരു വളരെ അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ആദ്യം ഡി ഇസ്ലാമൈസ് ചെയ്യേണ്ട ഒരു കൂട്ടം ആളുകൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. അതിൽ തന്നെ ആദ്യം ഈ ഡി ഇസ്ലാമൈസേഷൻ ആ എഞ്ചിനിലിട്ടൊന്ന് കറക്കി എടുക്കേണ്ടത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെയാണ്. അതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. പിന്നെ നമ്മുടെ കോൺഗ്രസ്സുകാരും ഉണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ചിട്ട് കറക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒരേമാതിരിയാണ്. എന്തായാലും അതാണ് ഇവിടുത്തെ ആദ്യത്തെ അവസ്ഥ. എന്തായാലും ബി ജെ പിക്കാരേതായാലും നിലവിൽ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമാണ് ഇസ്ലാമൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അവരെ ഏതാണ്ട് ഇപ്പോൾ അവരെക്കാൾ കൂടുതൽ ഭൂരിപക്ഷമായിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് അവരെ ഇതുവരെ ആ കാര്യത്തിൽ പേടിക്കേണ്ടി വന്നിട്ടില്ല. അവർ പറയുന്നു അത് മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ നോക്കിയിട്ടല്ല നമ്മൾ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത്. നമ്മളൊരു റോഡ് ഉണ്ടാക്കിയാൽ അതിൽ ഹിന്ദുവിനും ഓടിക്കാം മുസ്ലിമിനും ഓടിക്കാം. നമ്മളൊരു ഇലക്ട്രിസിറ്റി ഇവിടെ ഒരു സപ്ലൈ പുതിയത് കൊണ്ടുവന്നാൽ അത് ഹിന്ദുവിനും കറണ്ട് കത്തും മുസ്ലിമിനും ബൾബ് കത്തണമെങ്കിൽ എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അവിടെ അവരുടെ രീതി അതാണ്. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ മുസ്ലിമിന് ഒരു പച്ച ബൾബ്, അപ്പുറത്ത് ഹിന്ദുവിന് ചുവന്ന ബൾബ് എന്നും പറഞ്ഞിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത്. അത് ശരിയാവില്ല. അപ്പോൾ ഡി ഇസ്ലാമൈസ് ചെയ്യേണ്ട വരും എന്നത് ഒരു കാര്യം. ഒന്നത്. ഇനി രണ്ടാമത്തത് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു വളരെ അധികം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി. ഞാനിത് അയച്ചു തന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് ഇത് പറഞ്ഞതിൽ എന്തോ പെശകാണെന്നുള്ളൊരു തോന്നലായിരുന്നു ആദ്യം എൻ്റെ ഇതിൽ വന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഇതിന് കൂടെ വരുന്ന ടെക്സ്റ്റിലായിരുന്നു പ്രശ്നം. ഇത് പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം ആദ്യത്തെ അഡ്രസ്സിൽ നടത്തിയതാണ് എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും ടെക്സ്റ്റ് വന്നത്. അത് തെറ്റാണ്. ഇദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് സാമുവൽ പാറ്റി ഫ്രാൻസിൽ നടന്ന ആ വിഷയത്തിൻ്റെ ഒടുവിൽ ആ സമയത്ത് നടന്ന ഒരു അഡ്രസ്സിങ്ങിലാണ് ഇദ്ദേഹം ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞത്. അതല്ലാതെ ഈ ഇലക്ഷൻ്റെ സംഭവമായി ബന്ധപ്പെടുത്തിയിട്ടല്ല ഇതുള്ളത്. അപ്പോൾ ആ രീതിയിൽ ആരും ഇത് പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. അതല്ല അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്നുള്ളത് ഒന്ന് ഓർത്തേക്കുക. എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. നമ്മളെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പറയുന്ന കാര്യങ്ങളാണ്. Acknowledge that Islam is an influential ideology that fosters hatred and terror, and as a result is not compatible with the values of the Netherlands. Close our borders right away to asylum seekers and immigrants originating from Islamic countries. ഇതിൽ നെതർലാൻഡ്സ് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ ഇന്ത്യ എന്നൊന്ന് ചേർത്തിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഒരു മെൻ്റൽ എക്സസൈസ് ആയിട്ട് കമ്പാറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കും ബാധകം തന്നെയാണത്. Withdraw from the Schengen agreement and reintroduce our own border controls. 3. Begin by dismantling Islamic institutions like mosques. Start by closing foreign-funded mosques, including those that receive funding from abroad and are under the authority of Diyanet, the Turkish Ministry of Religious Affairs, and not us. 4. Lock up anyone who threatens or uses violence or deport them from our country. And if necessary, take preventive action against those hundreds of supporters and thousands of sympathizers of the jihadist movement in the Netherlands. And 5, Chairman,
request all schools, newspapers, media to display a Muhammad cartoon. In order not to provoke, but to demonstrate that we never give in to threats and violence, and that we proudly and firmly support our freedom. Finally, I have a message for all those Muslims in the Netherlands who do not respect our freedom, our democracy, and our core values. Those who consider the rules of the Quran more important than our secular laws, and there are many of them. 700,000 is revealed in the study by Professor Koopmans. And my message to them is get lost. Depart to an Islamic country. Then you can enjoy Islamic rules. Those are their rules, but not ours. This is our country. ഓക്കെ, പാകിസ്ഥാനി പോടാന്നാണ് അവിടെയും പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ പറഞ്ഞതിൽ തെറ്റുണ്ടോ? തെറ്റില്ല. എന്തുകൊണ്ട്? അത് ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ജീവിക്കാൻ കഴിയുന്ന സ്ഥലത്തേക്ക് ഹിജറ പോകണമെന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തെറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളെ ക്രൂശിക്കാനൊന്നും വരണ്ട. അത് ഇസ്ലാമിൻ്റെ നിയമമാണ്. പോട്ടെ, എന്നാലും ആ ഒരു നിലയിൽ അത് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കരുത് എന്നതാണ് കാക്കാമാർ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ അവിടുത്തെ ഒരു സെക്യുലർ നിയമം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അവിടുത്തെ ഡെമോക്രസി അതല്ലെങ്കിൽ ആ നാടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യാനോ അതുമായിട്ട് മുന്നോട്ട് പോകാനും നിങ്ങൾ തയ്യാറാവണം. ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയിൽ നിന്നും അനേകം ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ കാലങ്ങളായിട്ട് പല സ്ഥലങ്ങളിലും ഇല്ലീഗലി ഇമിഗ്രൻസ് ആയിട്ട് പോയിട്ടുണ്ട്, അങ്ങനെ മൈഗ്രേഷൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ എവിടെയെങ്കിലും ഇതുപോലെ ഇന്ത്യൻസിനെ ഇതുപോലെ വളഞ്ഞിട്ട് പിടിച്ച് ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ മുഴുവൻ ഇന്ത്യയിലേക്ക് ഡിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടോ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചോ നിങ്ങൾ എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? കാരണം എന്താണ്? അങ്ങനെ നുഴഞ്ഞു കയറി അവിടെ പോയി ഇല്ലീഗലായിട്ട് താമസം ആരംഭിച്ചിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ അവരവിടെ ചെന്നിട്ട് കുരുക്ഷേത്ര നടത്താനല്ല അവർ നോക്കിയത്. അവരവിടെ സമാധാനമായിട്ട് ജീവിക്കുന്നു. അവരവിടുത്തെ പൗരന്മാരായിട്ട് മാറുന്നത് വരെയൊക്കെ സമാധാനമായിട്ട് കഴിഞ്ഞ് പൗരന്മാരായി കഴിയുമ്പോൾ ആ നാട്ടിലെ ഒരു അംഗമായി മാറി അവിടെ വോട്ട് ചെയ്യുന്ന ആളുകളായിട്ട് അവർ മാറും. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതേസമയം ഈ കാക്കാമാരായിട്ടുള്ള ആളുകൾ ഈ നുഴഞ്ഞു കയറി ഒരു സ്ഥലത്ത് പോലും അങ്ങനെ ചെയ്യുന്നതിന് അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ നുഴഞ്ഞു കയറ്റക്കാരെപ്പോഴാണ് പ്രശ്നമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ നുഴഞ്ഞു കയറിയ സ്ഥലത്ത് അവരൊരു കുഴപ്പക്കാരും കൂടി ആകുമ്പോഴാണ് അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് ബംഗ്ലാദേശിൽ നിന്ന് ഒരുപാട് ആളുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. നമ്മളതൊരു വലിയ പ്രശ്നമായിട്ട് കാണാൻ തുടങ്ങിയത് എപ്പോഴാണ്? പല സ്ഥലങ്ങളിലും നടന്ന ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും പിടിക്കപ്പെട്ടത് ഈ നുഴഞ്ഞു കയറി വന്ന ബംഗ്ലാദേശികളും ഒക്കെ ആയി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അവരൊരു വലിയ പ്രശ്നമാവുന്നു. പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനികളായിട്ടുള്ള 4 മില്യൺ ആളുകളെ ആണ് അവിടുന്ന് അഫ്ഗാനിലേക്ക് തിരിച്ചയച്ചെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്താണ് അതിനവർ പറഞ്ഞ കാര്യങ്ങൾ? പാകിസ്ഥാനിൽ നടന്നിട്ടുള്ള 14ഓളം ഭീകരവാദ പ്രവർത്തനങ്ങൾ നടന്നതിൽ 10 പിടിക്കപ്പെട്ടത് അഫ്ഗാനികളായിരുന്നു എന്നതാണ് അവരവിടെ പറഞ്ഞത്. ആ നമ്പർ കറക്റ്റാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഞാൻ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. എന്തായാലും കൂടുതലും മെജോറിറ്റിയും പിടിക്കപ്പെട്ടത് അഫ്ഗാനികൾ തന്നെയായിരുന്നു എന്നാണ് ആ വാർത്തയിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ഒരു അഫ്ഗാനിലെ കാര്യമോ ഒരു പാകിസ്ഥാനിലെ കാര്യമോ ഒരു ഇന്ത്യ ബംഗ്ലാദേശിലെ കാര്യമല്ല. യൂറോപ്പിലെ ഏത് രാജ്യം എടുത്തു കഴിഞ്ഞാലും അവിടെയും കണ്ടുവരുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അവിടെ നെതർലാൻഡ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇന്ത്യ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്ക് ചേർത്തിട്ട് അത് കേൾക്കാം. നിങ്ങൾക്ക് അവിടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം അവിടെ പേര് ചേർത്തിട്ട് നിങ്ങൾക്ക് കേൾക്കാം. അതല്ല ഇനി ഏത് രാജ്യം വേണമെങ്കിൽ നിങ്ങളുടെ കൊയിലാണ്ടിന്നോ നിങ്ങൾക്ക് മറ്റേ കുറുക്കഞ്ചേരിന്നോ എന്ത് പേര് വേണമെങ്കിലും ഇട്ടിട്ട് നിങ്ങൾക്ക് അത് കേൾക്കാം. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? ഏതൊരു പഞ്ചായത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിലും ആ ഒരു പഞ്ചായത്തിൽ സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ട സാധനം എന്താണോ അത് എൻഷുർ ചെയ്യേണ്ട ബാധ്യത അതെല്ലാവർക്കും ഉണ്ട്, അത് മുസ്ലിങ്ങൾക്കും ഉണ്ട്. അത് ഞങ്ങൾക്കതില്ലാതെ അവരുടെ ബാധ്യതയാണ് സമാധാനം കാത്തു സൂക്ഷിക്കാൻ. ഞങ്ങളിങ്ങനെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കും, ഞങ്ങളിങ്ങനെ കൊമ്പൊക്കെ കുലുക്കി നടക്കും, ഇച്ചിരി ഭീകരവാദമൊക്കെ ഞങ്ങൾ ഇച്ചിരി വർഗീയതയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കും, ഹലാൽ ബോർഡൊക്കെ ഞങ്ങൾ തൂക്കും, ബാങ്കൊക്കെ ഞങ്ങൾ വിളിക്കും, റോഡിൽ ഇറങ്ങി നിന്നിട്ട് നിസ്കരിക്കും, ഞങ്ങൾക്ക് ഏകീകൃത സിവിൽ നിയമം വേണ്ടെന്നൊക്കെ പറയും, പൗരത്വ ഭേദഗതി ബില്ലൊക്കെ കൊണ്ടുവരുമ്പോൾ അതിനൊക്കെ നമ്മൾ എതിർക്കും, ഞങ്ങൾക്ക് 4 കെട്ടണം, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ പറയും. പക്ഷെ നിങ്ങൾ അതൊന്നും പറ്റില്ല, നിങ്ങൾ ഒരെണ്ണേ കെട്ടാവൂ, നിങ്ങൾക്ക് എല്ലാം ഒരേ നിയമം മതി എന്നൊക്കെ നിങ്ങൾ പറയും. അപ്പോൾ നമ്മൾ ഓക്കെ എന്നാൽ ശരി, എന്നാൽ നിങ്ങൾക്ക് ഈ കട്ടവൻ്റെ കൈ വെട്ടണം എന്നുള്ള ഇസ്ലാമിക ക്രിമിനൽ നിയമം കൂടി ഒന്നായാൽ അത് പറ്റില്ല, വേണ്ട അധികം കളിക്കേണ്ട, അത് ഞങ്ങൾ തീരുമാനിച്ചോളാം, ക്രിമിനൽ നിയമം ഏകീകരിക്കണം വേണ്ടയോ എന്നുള്ളത്. ഇതാണ് പരിപാടി. അപ്പോൾ ഇതൊന്നുമല്ല ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിങ്ങൾ ചെയ്യേണ്ടത്. ഇത് മുസ്ലിങ്ങളോട് മാത്രമായിട്ട് നമുക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ
പേരിൽ മുസ്ലിം വിരുദ്ധനാക്കുന്ന കുറേ യുക്തിവാണങ്ങളുണ്ട്. അവരും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്കിത് പറയുമ്പോൾ വിഷമമുണ്ട്. പക്ഷേ അവരെന്തോ വലിയ സംഭവമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന കാര്യമാണ്. മുസ്ലിങ്ങളെ പരാമർശിച്ചു. എന്താ പറഞ്ഞാൽ മുസ്ലിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ മുസ്ലിങ്ങളെ, ഓ മുസ്ലിങ്ങളെ, യാ അയ്യുഹൽ മുസ്ലിമൂൻ എന്ന് തന്നെയാണല്ലോ ഖുർആനിലുള്ളത്. അത് തന്നെയാണ് ഞാനും പറയുന്നത്. യാ അയ്യുഹൽ മുസ്ലിമൂൻ, നിങ്ങൾ കേൾക്കൂ, ഇതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് എന്ന് ഇവിടെ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഗതി നിങ്ങളൊന്ന് ഓർക്കുക. ഇനി ഇതുപോലെ മറ്റൊരു തീപ്പൊരി, അത് നമ്മളുടെ റൈറ്റ് വിങ്ങിൻ്റെ അങ്ങേയറ്റം എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ ഈ വൈറ്റ് സുപ്രീമസിസം, അതിൻ്റെയും കൂടി വക്താവായിട്ടുള്ള ഒരു ഫാർ റൈറ്റ് ആക്ടിവിസ്റ്റ്, അവരൊരു ലേഡിയാണ്. പേര് ഇങ്ങനെയാണ്, ഇവ എന്ന് മാത്രമാണ് എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നത്. പിന്നെ എന്തോ ഒരു ബ്രൊക്ക് എന്നാണ് അവസാനം, പോട്ടെ വായിക്കൊള്ളാത്ത പേരാ. എന്താണെങ്കിലും അവർ പറഞ്ഞു വെച്ചിട്ടുള്ളൊരു പ്രസംഗം കൂടിയുണ്ട്. ഇതും കൂടി ഒന്ന് കേൾക്കുന്നതായിരിക്കും. ഇത് കുറച്ച് നീളം കൂടിയതാണ്, എന്നാലും കുഴപ്പമില്ല. ഒന്ന് കേട്ടോളൂ. നിങ്ങൾക്ക് ഞാൻ ഇടപെടുന്നില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇടപെട്ടാൽ ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്കൊന്ന് കേൾക്കാം. ഓക്കെ. Hello Hungary, hello Budapest, hello fellow Europeans and American friends. Thank you so much for having me. Allow me to skip formalities for a moment and dive right into a subject that is not so cheerful, but very, very necessary to discuss. Let me walk you through the past 7 days in Europe. This week in Stockholm, 3 elderly women in their 70s were stabbed in broad daylight on the streets. In London, 4 people were stabbed in a time span of just 42 hours. In Paris, hundreds of Afghan migrants took to the street to riot. And in Brigalow, also in France, yet another church was burned down to the ground. And that, ladies and gentlemen, is just a few incidents in just a couple of days on our beautiful continent. But we all know that these incidents aren't incidents anymore. If there's one thing that's for sure, it's that we know, and our governments also know, that there is a link between mass migration and crime. Mass migration. In the Dutch city of Dordrecht, something interesting happened the other day. They announced, and this is a small city in the Netherlands, in my home country, that a new asylum center will be put in that little town. And what did the municipality do? They said, we are going to offer citizens who live in the vicinity of this center €1,000 to take extra safety measures. Our new reality in Europe consists of frequent rapes, stabbings, killings, murders, shootings, even beheadings. But let me be clear about one thing. This did not used to happen before. This is a newly imported problem. Samuel P. Huntington predicted this over 25 years ago when he wrote, and I quote, "In the new world of mass migration, the most pervasive, important and dangerous conflicts will not be between the social classes. They will not be between the rich and the poor. They will be between peoples belonging to different cultural entities. Tribal wars and ethnic conflicts will occur within civilizations." Well, boy, was he right. And the worst part is, we as a society seem to have become indifferent to it. When another white boy or a white girl dies at the hand of an immigrant, we might shake our head, we might let out a sigh, we might even get angry for a minute or two, and then we go on with our lives. We offer the family thoughts and prayers, but nothing ever changes. Ladies and gentlemen, what does that say about us? This is a response of a society that has already given up, a society that has already accepted its defeat. But is this true? Have we given up? Do we really accept the new reality that our globalist leaders have in mind for us? I know one thing for sure, and that is that if nothing changes, if we don't start to seriously fight for our continent, for our religion, for our people, our countries, then this time that we live in
will go down in history as the time in which Western nations no longer had to get invaded by hostile armies in order to be conquered. This time will then go down in history as the period in which the invader was actively invited in by a corrupt elite. And not only did this corrupt elite invite the enemy in, they made the native population pay for it too. Everyone who has eyes can see it. The native, white, Christian European population is being replaced at an ever-accelerating rate. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഹിന്ദു കൾച്ചർ അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദു പോപ്പുലേഷൻ എന്ന് പറയുന്ന ആ സ്ഥാനം നിങ്ങൾക്ക് ഇവിടെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റണം. കാരണം ഓരോ നാട്ടിലേക്ക് വരുമ്പോഴും നമ്മൾ സാധാരണ പറയും ഈ ഡിനോമിനേറ്ററും നമ്മൾ ന്യൂമറേറ്ററും അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ഡിനോമിനേറ്റർ അവിടെ കോമൺ ആണ്, അത് ഇസ്ലാം തന്നെയാണ്. അതിന് മുകളിൽ വരുന്ന സാധനങ്ങൾ മാത്രമാണ് ഈ മാറിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തമാശ. അപ്പോൾ താഴെ വരുന്നത് ഇസ്ലാമിൻ്റെ വക്താക്കൾ അവരുണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ, അത് പല രൂപത്തിൽ പെറ്റുകൂട്ടുന്നതായിട്ടും മൈഗ്രൻസ് ആയിട്ട് വരുന്നതായാലും അത് അവിടെ കോമൺ. മുകളിൽ വരുന്ന സാധനങ്ങൾ അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരു കൂട്ടം ആളുകൾ, അത് യൂറോപ്പിൽ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ വേറൊരു കൂട്ടം ആളുകൾ, US പോകുമ്പോൾ അത് വേറെ, അങ്ങനെ ഇത് ആ മുകളിലുള്ള സംഗതികൾ മാത്രം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. അവിടെ ആ ഒരു ഷിഫ്റ്റ് അത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് നന്നായിരിക്കും. ഇത് പറയുന്നത് ഒരു ഹെയ്റ്റിന് വേണ്ടിയിട്ടല്ല, ഇത് പ്രധാനമായിട്ടും ഈ പ്രശ്നത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ് എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത്. നമ്മളെ നാട്ടിൽ ഈ വിഷയം ഉയർത്തുന്ന സമയത്ത് ഇതിനെ സമ്മതിക്കില്ല, ഇങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. അത് അങ്ങനെ ചെയ്യുന്ന കാലത്തോളം ഇതിൻ്റെ ദുരന്തങ്ങളും ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും കൂടിക്കൊണ്ടേയിരിക്കുന്നു മാത്രമല്ല, ഇത് വെച്ചുകൊണ്ടുള്ള മുതലെടുപ്പുകളും കൂടുന്നു മാത്രമല്ല, ഫ്രൂട്ട്ഫുള്ളായിട്ട് നമ്മളുടെ ഒരു രാജ്യത്തിന് പുരോഗതിയിലേക്ക് പോകാൻ പാകത്തിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട വിലപ്പെട്ട സമയം ഇതുപോലെയുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിൻ്റെ പേരിലുള്ള തമ്മിത്തല്ലുകൾ തീർക്കാൻ മാത്രമേ പിന്നെ നമുക്ക് സമയം കാണുള്ളൂ. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്ത്യ എന്നൊക്കെ പറയുന്നത് ഇന്ന് നമ്മൾ നിൽക്കുന്ന ഒരു ക്രോസ് റോഡ്സിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു സൂപ്പർ പവർ ആകണമെന്ന് ഒരു വലിയൊരു ആഗ്രഹവും, എന്നാൽ അതിനെ പിടിച്ച് പിന്നോട്ട് വലിക്കുന്ന കുറേ കാര്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മതവെറിയും ഇതുപോലുള്ള ജാതി വിവേചനം വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ, ഇതൊക്കെ വീണ്ടും ഇന്ത്യയെ പിന്നോട്ട് വലിക്കാൻ പോകുന്ന സംഗതികളാണ്. ഇപ്പോൾ ഇന്ന് പറയുന്നത് കേട്ട് എന്താ എല്ലാ മാസവും ഓരോ ലക്ഷം രൂപ ആളുകളുടെ കുടുംബത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നൊക്കെ പറയുന്നത്, എവിടുന്ന് എടുത്ത് കൊടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോഴും പറഞ്ഞു കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഈ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസിൽ നിന്നും ഇന്ത്യ ഒരു 1990s വിട്ടുപോയതാണ്. മൻമോഹൻ സിംഗ് തന്നെയാണ് അതിൽ നിന്നൊക്കെ നമ്മളെ പുറത്തേക്ക് എടുപ്പിച്ചത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി തിരിച്ച് അതിലേക്ക് തന്നെ റീലിങ്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതൊന്ന് ഓർക്കണമെന്ന് പറയുകയാണ്. ഇവിടെ നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന് തടസ്സം നിൽക്കുന്ന എലമെൻറ്റ്സ്, അത് ഒരു ഭാഗത്ത് ഒരു കോമൺ എലമെൻറ്റ് നമുക്ക് കാണാൻ കഴിയുന്നു എന്നതാണ് ഇതിലെ ഒരു ടേക്ക് അവേ മെസ്സേജ്. Let me back this up for you with some statistics from my home country. Let's take Amsterdam, the capital. Amsterdam currently consists of 56% migrants. The Hague, 58% migrants. Rotterdam, almost 60% migrants. And of course, most of these immigrants come from non-Christian, non-Western, African and Middle Eastern countries. Conclusion: the Dutch population is already outnumbered in the majority of our cities. But let's look onwards. London, 54% migrants. Again, conclusion: native population outnumbered. Brussels, color me shocked, 70% migrants. Conclusion: native population majorly outnumbered. And other Europeans will of course follow suit soon if they haven't already. So I'm going to draw the forbidden conclusion here. The Great Replacement theory is no longer a theory. It's reality. And what's interesting about replacement is that the establishment will either deny its existence, or when they admit to it, they say that it's a good thing that the native European population is soon no longer a majority on its own continent. Dutch national disgrace.
ഒരു കാര്യം, ഇവിടെ ഈ കുറേ നമ്പേഴ്സൊക്കെ ഇവിടെ പറഞ്ഞു, ഈ മൈഗ്രൻസിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ. എനിക്ക് ഒറ്റനോട്ടത്തിൽ തപ്പി നോക്കിയിട്ട് അതിൻ്റെ ഒരു പേജ് കിട്ടിയിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും അത് കിട്ടുകയാണ്, അങ്ങനെ ഒരു നമ്പർ എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്കൊന്ന് ഇട്ട് തന്ന് സഹായിച്ചാൽ നല്ലതാണ്. നമ്മളുടെ പ്രത്യേകിച്ച് കുറേ അഡ്മിൻസൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് സമയം കിട്ടണ പോലെ ഒന്ന് തപ്പിയെടുത്ത് തന്നാൽ നന്നായിരിക്കും. അത് ഞാൻ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. അത് അന്വേഷിക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇവർ ഒരു എക്സ്ട്രീം ഫാർ റൈറ്റ് ഒരു ആക്ടിവിസ്റ്റാണ്, വൈറ്റ് സുപ്രീമസിസ്റ്റ് ആശയവും കൊണ്ട് നടക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ ഒരു പൊസിഷൻ ഏതാണെന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഈ കൺസ്പിറസി തിയറികൾ, ഈ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പോലും വളരെയധികം ഉണ്ടാക്കി പേര് കേട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇവരെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്തൊരു എറർ വരാനുള്ള ഒരു സാധ്യത ഞാൻ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും പേപ്പർ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇടുന്നത് നന്നായിരിക്കും. അതിൻ്റെ ഒരു ഡേറ്റ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. മാത്രമല്ല ഇവിടെ ഈ പറയുന്ന സംഗതിയുടെ ഒരു പ്രധാന വശമെന്ന് പറയുന്നത് നിങ്ങൾ കണ്ടു കാണും. അവർ ഞങ്ങളുടെ മുകളിലേക്ക് പോകുന്നു, ഹിന്ദുക്കൾ ന്യൂനപക്ഷമാകുന്നു, മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുന്നു എന്ന് നമ്മളിവിടെ എന്താണോ പറയുന്നത് അത് തന്നെയാണ് അവരവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് അവരെടുത്തു വെക്കുന്ന ആംഗിൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ന്യൂമറേറ്റർ ചെറിയ ഡിഫറൻസ് ഉണ്ട് എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള സാധനമൊക്കെ സെയിം തന്നെയാണ്. ആ ചേരുവകൾ, ഫാർ റൈറ്റിൻ്റെ ചേരുവകൾ സെയിം ആകുന്നു. അതിന് വഴിവെക്കുന്നത് ആരാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. And dubbed climate pope Frans Timmermans already stated in 2015 that diversity is humanity's destiny and that Europe will be diverse. And of course, by now, I think we all know what they mean with the word diversity. It means less white people, less of you. Imagine this in an Asian or an African country. Imagine their leaders rejoicing in the fact that their people will soon no longer be a majority in their own country. Absolutely unthinkable, unimaginable. So what in the world is wrong with our leaders? The underlying sentiment of what they say is always the same. Our establishment claims that white people are evil and that our history is somehow fundamentally different from that of others. Consciously or unconsciously, they have sucked up the lies and the anti-white dogmas of the neo-Marxist critical race theory. That's why the totalitarians in Brussels are trying to force you, the Hungarian people, a sovereign nation, to accept immigrants despite the fact that the population has said no and so has the government. But make no mistake, the majority of the Dutch people haven't asked for this either. Just like Brussels is forcing Hungary to accept these hordes of immigrants, they are doing the same now, even in the smallest of towns in the Netherlands. No part may remain Dutch in the traditional sense of the word. No part of Europe may remain European. No part of India will remain Indian. അതും കൂടി ഇവിടെ പറയണം. അല്ലെങ്കിൽ no part of Bharat will റിമെയിൻ ഭാരതീയ എന്നും കൂടിയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇതുതന്നെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ത്രെട്ട് എന്ന് പറയുന്നത്. നമ്മളിവിടെ കാണുന്ന വേഷവിധാനങ്ങളായാലും നമ്മളുടെ ഭക്ഷണ രീതികളായാലും നമ്മളുടെ മറ്റെല്ലാ സംഭവങ്ങളും, ഇപ്പോൾ ആഘോഷങ്ങളായാലും എല്ലാം മതത്തേക്കാൾ ഉപരി നമ്മളെ ഒന്നിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുള്ളതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളായാലും മറ്റുള്ള ഓരോ സംഗതിയായാലും. ഇവിടെ നമ്മൾ കാണുന്നത് ഓണം ആഘോഷിക്കാൻ പാടില്ല, ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല, വിഷു പടക്കം പൊട്ടിക്കാൻ പാടില്ല, ദീപാവലി അത് പാടില്ല, ദീപാവലിക്ക് പായസം അല്ലെങ്കിൽ എന്തെങ്കിലും മധുരം അത് പാടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഓരോരോ ചെറിയ കാര്യം നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, വീട് കൂടൽ, ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല. അങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏതൊരു ഘടകം, ഏതൊരു ഘട്ടം നിങ്ങളെടുത്ത് പരിശോധിച്ചാലും അതിനകത്ത് ഒരു ഇസ്ലാമൈസേഷൻ, ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു അധിനിവേശം നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാന ഒരു ഭീഷണി, ഒരു പ്രശ്നവും. അത് ഇവർ പറയുന്നത് ഇങ്ങനെ പോയാൽ ഡച്ച് ആയിട്ട് ഇവിടെ ഒന്നും ഉണ്ടാവില്ല, യൂറോപ്യൻ ആയിട്ടൊന്നും ഉണ്ടാകില്ല എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളിവിടെ പറയേണ്ടി വരിക. ഇന്ത്യൻ ആയിക്കൊണ്ട് അതല്ലെങ്കിൽ ഭാരതീയം എന്ന രീതിയിൽ പറയാനുള്ളത് ഒന്നും ഇവിടെ കാണില്ല. ഇത് ഒരു യാഥാർത്ഥ്യമാണ് എന്നത് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. And it's not difficult to understand why. If the old Europe അല്ല, അത് എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ടല്ലോ, ഇപ്പോൾ കഞ്ചാവ് അടിക്കരുത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് വലിയ പ്രശ്നമാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ
അത് പറഞ്ഞത് സംഖ്യയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക, സംഖ്യയാണോ അത് പറഞ്ഞത്, എന്നാൽ പിന്നെ നിങ്ങൾ കഞ്ചാവ് അടിച്ചോ എന്ന് പറയുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ എന്ത് തന്നെ സംഗതികളായാലും അത് സംഖ്യ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ഏറ്റു പറയാൻ പാടില്ല എന്നൊരു അലിഖിത നിയമം കൂടി ഇവിടെ ഉണ്ട്. ഇനി അതൊന്നും ഇവിടെ വിലപ്പോകാൻ പോകുന്നില്ല, അത് പള്ളി പറഞ്ഞാൽ മതി എന്നാണ് എനിക്കും പറയാനുള്ളത്. അത് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനത് അങ്ങനെ തന്നെ എടുത്ത് പറയുന്നത്. Still exists in certain places, and people will be able to compare the new Europe to the old, and newsflash, they will prefer the old. That's why the Eurocrats hate Hungary so much. And their message is clear. Our way of life, our Christian religion, our nations, they have to go, without exception. Their vision of the future is the neoliberal, unrecognizable Europe, where every city becomes kind of like Brussels. Ugly, dirty, unsafe, zero social cohesion, where the buildings are constantly under construction and they never ever seem to finish, and even when they do, the end result is uglier somehow than what they started with. And what are we left with? A permanent state of isolation, confusion, and disorientation. Ladies and gentlemen, welcome to the New World Order. So what's the antidote? A strong Christian Europe of sovereign nation states. എന്ന് വെച്ചാൽ ഒരു ഹിന്ദു രാഷ്ട്രമാണ് ഇതിൻ്റെ സൊല്യൂഷനാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. കേട്ടല്ലോ, ബാക്കി നിങ്ങൾ കേട്ടോ. That's why we need to outright reject the lie that nationalism causes war. It's not nationalism or national sovereignty that causes war. It's expansionism. And where in Europe do we find that nowadays? In one place and one place only, Brussels. യൂറോപ്യൻ യൂണിയനെയാണ് ഇട്ട് ട്രോളിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ യൂറോപ്പിലെ ഈ വിഷയം ഇത്രയും വഷളാകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു എൻറ്റിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. അവരുടെ ആ നിയമങ്ങളിലെ ലൂപ്പ് ഹോൾസ് അത് തന്നെയാണ് ഈ ഇമിഗ്രൻസ് ആയിട്ട് വന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്തത്. ഇന്ന് ഓരോ രാജ്യവും അത് ചൂണ്ടിക്കാണിച്ച് പറയുന്നു. അതിൽ പറയുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു ഭീഷണി തന്നെയാണ്. ഇത് മര്യാദയ്ക്ക് നിങ്ങൾ മാറ്റിക്കോ, ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ആയിട്ട് പോകും എന്നിപ്പോൾ UK ഓൾറെഡി ബ്രെക്സിറ്റ് അടിച്ച് പോയതിൻ്റെ ഒരു പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ്. ഇനി അതുപോലെ ഓരോ രാജ്യവുമായിട്ടും അങ്ങനെ മാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും യൂറോപ്യൻ യൂണിയൻ്റെ അവസ്ഥ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ആ രീതിയിൽ അവർ ചിന്തിക്കുന്നതിൻ്റെ കാരണം അതിൽ പറഞ്ഞല്ലോ, നമ്മളൊരു ക്രിസ്ത്യൻ സോവറിൻ ഒരു ലാൻഡായിട്ട് നമ്മൾ നിൽക്കണം, അതിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ പൊക്കി പിടിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് അവരതിൽ ഉദ്ദേശിക്കുന്നത്? നമ്മളിവിടെ എങ്ങനെയാണോ ഒരു ഇന്ത്യൻ കൾച്ചർ പൊക്കി പിടിക്കണം എന്ന് പറയുന്നത്, അതുപോലെ ആ ഒരു നാഷണലിസം എന്ന് പറയുന്ന സംഗതി ഞാനും പറയാറുണ്ട്. അതായത് ഈ ടോക്സിക് നാഷണലിസം എന്ന് പറയുന്ന ഒരു വിഷയം വന്നു കഴിയുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണെന്ന് നമ്മൾ പറയാറുണ്ട്. ഞാൻ പറയുക, ടോക്സിക് നാഷണലിസത്തിലേക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? ഏറ്റവും ഒരു ബെയർ മിനിമം എന്ന രീതിയിൽ ഒരു ദേശത്തോടുള്ളൊരു കൂറെങ്കിലും നിങ്ങൾ കാണിക്കുക. അപ്പോൾ ദേശസ്നേഹം, ഒരു രാജ്യസ്നേഹം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നാണം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പഞ്ചായത്ത് സ്നേഹമെങ്കിലും ഉണ്ടായാൽ മതി എന്നാണ് ഞാൻ പറയാം. ബാക്കിയൊക്കെ പിന്നത്തെ കാര്യമാണ്. നിങ്ങൾ ജീവിക്കുന്ന പഞ്ചായത്ത് ഏതാണോ ആ പഞ്ചായത്തിനോടെങ്കിലും നിങ്ങൾക്കൊരു കൂറുണ്ടാവണം. അതിനെ നിങ്ങളിപ്പോൾ നാഷണലിസം എന്ന് നിങ്ങൾ വിളിക്കണ്ടല്ലോ, പഞ്ചായത്തലിസം നിങ്ങൾ വിളിച്ചാൽ മതി, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതിനോട് നിങ്ങൾക്കൊരു കൂറ് വേണം. അത് ഏറ്റവും ഭംഗിയുള്ളതാകണം, അത് ഏറ്റവും നല്ലതാകണം, അത് ഏറ്റവും മികച്ചതാകണം, അതിൽ അപകടങ്ങളുണ്ടാകരുത്, അതിൻ്റെ തനിമയെ നശിപ്പിക്കുന്ന സംഗതികൾ ഇവിടെ വരരുത് എന്നുള്ള ആ ചിന്ത നിങ്ങൾ കൊണ്ടുവന്നാൽ അവിടെ ഉള്ളതിനും സമാധാനം ഉണ്ടാവും, വന്ന് കയറുന്നവർക്കും സമാധാനപരമായിട്ട് നിന്നോളണം എന്നുള്ളൊരു താക്കീതുമായിട്ട് അത് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഇക്വിലിബ്രിയം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതാണ് അതിൻ്റെ ഒരു കോർ പ്രിൻസിപ്പിളായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ കൂടുതൽ അതിൻ്റെ ഒരു മറ്റു വശത്തേക്ക് പോകുമ്പോൾ ഒരു ടോക്സിക് ഒരു ലെവലിലേക്ക് പോകുമ്പോഴുള്ള കുഴപ്പമെന്ന് പറയുന്നത് ഫോറിനായിട്ട് കടന്നു വരുന്ന ആളുകളൊക്കെ പ്രശ്നക്കാരാണ് എന്നും നമ്മൾ ഇപ്പം തന്നെ നല്ലതാണ്, ഇനി കൂടുതൽ നന്നാവാനൊന്നും ഇല്ല എന്നും ഒരു ചിന്ത വന്നു കഴിയുമ്പോൾ ആ പഞ്ചായത്തലിസം എന്ന് പറയുന്നത് അത് കുറച്ച് ടോക്സിക് ആവും. അവിടെ അത് പറ്റില്ല. അവിടെ നമ്മൾ പറയുന്നത് ആ ഒരു ടോക്സിക് ലെവലിലേക്ക് പോകാതെ തന്നെ നമുക്ക് ഈ നാഷണലിസം അല്ലെങ്കിൽ ഈ പഞ്ചായത്തലിസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റും. അത് നിങ്ങളൊന്ന് ശീലിച്ചാൽ മതി എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതിനെ നിങ്ങൾക്കൊരു നല്ല ഒരു ഹൈ ലെവൽ ഓഫ് ഒരു പാട്രിയോട്ടിസം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ വിളിക്കാം എന്ന് ഞാൻ പറയുന്നു. Isn't it funny how the same people who erode our national sovereignty and love to do it, give it all up to the Eurocrats there, that those people are now telling us that we need to spend billions and billions of euros on the national sovereignty of Ukraine?
It's a joke, honestly, and it's a pretty sick, expensive, and dangerous joke. During a recent interview, I got asked by an interviewer, do you think that you ever go too far? Do you think that you're ever too radical? I thought about it for a second, and I said, no. No, I don't think I go too far. Truth be told, ladies and gentlemen, I think we in Europe do not go far enough. I think that if we really think about the organized, structural attack on our civilization, that we don't do enough. Do we do enough to stop the attack on our families, on our continent, on our countries, on our religion? When we hear about another murder, another stabbing of a young innocent child, do we do enough? When we know that our national sovereignty has been given up in less than a century to Brussels, do we do enough? When we hear that Christian kids in Germany are now converting to Islam to fit in, do we do enough? I don't think so. The totalitarian institute of the European Union needs to come down. Let me be clear, I don't believe in reforms. When the foundation of your institution is rotten, and that is the case in Brussels, you can rebuild the house on top of it all you want, but it's still going to crumble. So the only answer is the Tower of Babel needs to be destroyed. Ladies and gentlemen, we are the daughters and sons of the greatest nations on earth. And we need to ask ourselves, what has happened to us? Where do we come from? And more importantly, where are we going? Our elites have declared a war on us, and now it is time for us to put on the full armor of God, fight back, and win. Thank you so much. Okay. ഫാർ റൈറ്റ് എങ്ങനെയാണ് അവരുടെ ഭാഗങ്ങൾ പറഞ്ഞു വെക്കുന്നത്, അതിലെന്തെല്ലാമാണ് അതിൻ്റെ എലമെൻസ് ആയിട്ട് വരുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഇവർ ഇത് പറയുന്ന ആളുകളായിട്ട് മാറിയത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് ഇവരുടെ ഒരു 10-20 വർഷമെങ്കിലും പിന്നിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് നമുക്കത് കുറച്ചും കൂടി കാണാൻ പറ്റുന്നു. ഇതൊരു ടൈം ട്രാവൽ നടത്തുന്ന ഒരു എഫക്റ്റാണ് സത്യത്തിൽ എനിക്കൊക്കെ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം ഇവരിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ നമ്മൾ അതിലേക്ക് എത്തും. അവർ പറയുന്നു അവരുടെ പോപ്പുലേഷൻ അവരെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നിടത്ത് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഓവർടേക്ക് ചെയ്യും എന്നാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്, ആ ഒരു ലോലെസ്നെസ്സും ആ ഒരു ക്രൈം റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ കാണേണ്ടി വന്നാൽ, ഇപ്പോൾ തന്നെ നമ്മൾ പല സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് പറയാറുണ്ട്, അത് ഇനിയും കാണേണ്ടി വരും. അത് മാത്രമൊന്നുമല്ല, മറ്റു പലതും കാണേണ്ടി വരും. എന്നും കൂടി വരുമ്പോഴാണ് നമ്മൾ ഇത് പറഞ്ഞു വെക്കേണ്ടി വരുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കണം എന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിനുള്ളൊരു വഴിയായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്. അല്ലാതെ ഇവർ പറഞ്ഞത് മുഴുവൻ എൻഡോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വിയോജിപ്പുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ഞാൻ പറയുന്നതിൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വിയോജിപ്പുകൾ ഉള്ളതുപോലെ തന്നെ ഇവർ പറയുന്നതിലും നമുക്ക് 100% യോജിപ്പുണ്ടെന്നല്ല ഈ പറയുന്നത്. പക്ഷേ അവരുടെ ആ പറയേണ്ട അവസ്ഥ അത് ഉണ്ടായത് എങ്ങനെയെന്നുള്ളതാണ് നമ്മളുടെ അഡ്രസ്സിങ് പോയിൻ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഇവിടെയും ഈ സംഘപരിവാറുകാർ ഇറക്കിക്കൊണ്ടിരിക്കുന്ന, അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആ വിഷയങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് കയ്യിൽ നിന്ന് പോകും എന്നതാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത് പൊതുസമൂഹത്തിൻ്റെ ഒരു ബാധ്യതയാണ് എന്നത് ആണ് പ്രധാനമായിട്ടുള്ളൊരു വസ്തുത. 2, ഇത് മുസ്ലിങ്ങൾക്ക് ഇതൊരു പാഠപുസ്തകമായിട്ട് കാണാം. നിങ്ങളുണ്ടാക്കി വെക്കുന്ന കുഴപ്പങ്ങൾ എങ്ങനെയാണ് ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നും അത് ഏത് വിധേനയാണ് അത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്നത് എന്നും, നാട്ടുകാർ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോലും മുഹമ്മദ് നബീനെയൊക്കെ എടുത്ത് ട്രോളുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിൻ്റെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും എന്നും കൂടി ഒന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം നല്ലതാണ് എന്നും കൂടിയാണ് എനിക്ക് അതിൽ അവസാനമായിട്ട് പറയാനുള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.